നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികൾ ഒന്നടങ്കം ചോദിക്കുകയാണ്, ഇത് നമ്മുടെ ജൂൺ തന്നെയാണോ എന്ന്. ജൂൺ മാസത്തിൽ ആദ്യ ദിവസങ്ങളൊക്കെ വലിയ മഴയാണ് പെയ്തിട്ടുള്ളത് സാധാരണയായി. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷം, കാലാവസ്ഥ ജൂൺ തന്നെയാണോ എന്ന് പലരും ചോദിക്കുന്ന സാഹചര്യം, കാലവർഷം എപ്പോഴെത്തുമെന്ന ചോദ്യം, നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഈ കാലവർഷം. അത് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പും ഇന്ന് ഏതൊക്കെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടെന്ന് അടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏവർക്കും സ്വാഗതം. വരുന്ന 3 മണിക്കൂറിലെ അവസ്ഥ നോക്കാം. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന 3 മണിക്കൂറിനുള്ളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതിയതായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ജൂൺ 4 അതായത് നാളെയോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മാത്രമല്ല, തെക്ക് പടിഞ്ഞാറൻ, തെക്കു കിഴക്കൻ അറബിക്കടലിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതായത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ബാക്കി ഭാഗങ്ങൾ, വടക്ക് കിഴക്കൻ, മധ്യ പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഉൾപ്പെടെ കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ജൂൺ 2 മുതൽ ജൂൺ 8 വരെ തീയതികളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി 6-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ കാറ്റെന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റാണ്. അപ്പോൾ ജാഗ്രത വേണം. വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് ഇപ്പോൾ 1-2 ഇന്നും നോക്കിയാലും തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ പലയിടത്തും തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷെ 1-2 തെളിഞ്ഞ അന്തരീക്ഷം നിൽക്കുന്നുവെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇനി ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, മഞ്ഞ അലേർട്ട് ഉണ്ടെന്ന് വിശദമായി നോക്കാം. ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളുണ്ട്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. അപ്പോൾ ഇത്തിരി ജാഗ്രത കൂടുതൽ പാലിക്കേണ്ട ഇടങ്ങളുണ്ട്. അതെവിടേക്കാണെന്ന് നോക്കാം. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ഈ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 5-ാം തീയതി തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 6-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാഗ്രത വേണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം മഞ്ഞ അലേർട്ട്. ഇന്ന് ഏതൊക്കെ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് ഉണ്ടെന്ന് നോക്കാം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ. നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഞ്ഞ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 6-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം അടക്കമുണ്ട്. അതിലേക്ക് വരാം. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾ പാലിക്കേണ്ടതെന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് ഈ ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ
മഴക്കാലത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ആഘാതങ്ങളുണ്ട്. പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾക്ക്, അതായത് വാഹനങ്ങളിൽ പോകുമ്പോൾ കാഴ്ച മങ്ങാനുള്ള സാധ്യതയുണ്ട്. ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിരത്തിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നവർ വളരെ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ റോഡിലൊക്കെ സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതമായിട്ട് വളരെ പതുക്കെ തന്നെ വാഹനത്തിൽ പോകേണ്ടിയിരിക്കുന്നു. ഈ മഴക്കാലത്ത് വളരെ ജാഗ്രത പാലിക്കേണ്ടതായിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. അതിനൊരു മുൻകരുതൽ. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധമൊക്കെ നിലയ്ക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു മുൻകരുതൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പോട് വേണം നമ്മളായിരിക്കേണ്ടത്. വീടുകൾക്കും കുടിലുകൾക്കുമൊക്കെ ഭാഗിക കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തോ വീടിന് ചുറ്റുമോ ഏതെങ്കിലും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരേണ്ടതുണ്ട്. അതേസമയം കാലവർഷ തുലാവർഷ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ തലത്തിൽ രൂപീകരിച്ച ഇന്ത്യ ഡിസാസ്റ്റർ റിസോഴ്സ് നെറ്റ്വർക്ക് പോർട്ടലിലെ വിവരങ്ങൾ പുതുക്കുന്നതിനായി വിവിധ വകുപ്പുകളിലെ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക പരിശീലന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആവശ്യമായ ഉപകരണങ്ങൾ, വിദഗ്ധ മനുഷ്യ വിഭവശേഷി, അവശ്യ സാധനങ്ങൾ, മരുന്നുകൾ ഉൾപ്പെടെയുള്ള നിർണായക വിഭവങ്ങളുടെ ലഭ്യതയും വിതരണവും ഉറപ്പാക്കുക എന്നതാണ് പോർട്ടലിന്റെ പ്രധാന ലക്ഷ്യം. വിവിധ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശമുള്ള ഈ വിഭവങ്ങളുടെ വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്തുന്നതിലൂടെ ദുരന്ത സമയത്ത് ആവശ്യമായ വിഭവങ്ങൾ എവിടെയുണ്ട്, ആരുടെ കൈവശമാണ്, എങ്ങനെ ലഭ്യമാക്കാം തുടങ്ങിയ വിവരങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു. ഉപകരണങ്ങൾ, വിദഗ്ധ മനുഷ്യ വിഭവശേഷി, നിർണായക അവശ്യ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അടിയന്തര പ്രതികരണത്തിന് ആവശ്യമായ മറ്റ് നിർണായക വിവരങ്ങളും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ IDRN പോർട്ടൽ സഹായകമാണ്. കളക്ടറേറ്റിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 6ാം നിലയിലെ പരിശീലന കേന്ദ്രത്തിൽ 2026 മെയ് 29 ജൂൺ 1 നടന്ന 2 ദിവസത്തെ പരിശീലനത്തിൽ 24 ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പരിശീലന ശില്പശാലയിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശമുള്ള ദുരന്ത നിവാരണ വിഭവങ്ങളുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് നോഡൽ ഓഫീസർമാർ IDRN പോർട്ടലിൽ പുതുക്കി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.